കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായത് കണ്ണൂർ സ്ക്വാഡിൻ്റെ അന്വേഷണ മികവാണ്. ACP TK രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ 20-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പഴുതടച്ച അന്വേഷണം നടത്തിയതും പ്രതിയിലേക്ക് എത്തിയതും. കവർച്ചാ കേസ് തെളിയിക്കാൻ വിവിധ വഴികളാണ് പോലീസ് ഉപയോഗിച്ചത്. കവർച്ചാ വിവരം പുറത്തറിഞ്ഞതോടെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു. അതിലൊന്നും അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് പോയില്ലെന്ന് ഉറപ്പിച്ചു. നിരവധി പേരെ ചോദ്യം ചെയ്തും വിരലടയാളം പരിശോധിച്ചുമൊക്കെയാണ് പോലീസ് പ്രതി ലിജീഷിനെ കണ്ടെത്തിയത്. ലിജീഷിൻ്റെ പൂർവ്വകാലം സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കേരളത്തിലെ ഒരു വീട്ടിൽ നടന്ന ഏറ്റവും വലിയ മോഷണങ്ങളിലൊന്ന്. നഷ്ടമായത് 1 കോടിയിലധികം രൂപയും 300 പവൻ സ്വർണ്ണ വജ്രാഭരണങ്ങളും. സമീപകാലത്തൊന്നും ഒരു വീട്ടിലെ ലോക്കറിൽ ഇത്രയധികം പണവും ആഭരണങ്ങളും കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടുതന്നെ മോഷ്ടാവിനെ പിടികൂടുക പോലീസിന് അഭിമാന പ്രശ്നമായിരുന്നു. പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ പോയപ്പോൾ മോഷ്ടാവ് ട്രെയിനിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ ഈ വഴിയിലെയും വിവിധ സ്റ്റേഷനുകളിലെയും CCTVകൾ അരിച്ചുപുറുക്കിയിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. അഷ്റഫിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 215 പേരെ പോലീസ് ചോദ്യം ചെയ്തു. 67 പേരുടെ വിരലടയാളവും 100 CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. എന്നാൽ ആദ്യമൊക്കെ പ്രതി കാണാമറിയത്തായിരുന്നു. 2 ദിവസം തുടർച്ചയായി മോഷ്ടാവ് ഈ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായതോടെയാണ് പ്രൊഫഷണൽ സംഘങ്ങളല്ല കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചത്. CCTVകളും ഫോൺ രേഖകളുമൊക്കെ പലതവണ പരിശോധിച്ചാണ് അയൽവാസിയായ ലിജീഷ് തന്നെയാണ് പ്രതിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. മറന്നുവെച്ച ഉളിയെടുക്കാനാണ് ലിജീഷ് വീണ്ടും അഷ്റഫിന്റെ വീട്ടിൽ കയറിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. 45-കാരനായ ലിജീഷിന്റെ മോഷണശൈലി പോലീസിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മോഷ്ടാവ് ഇത്ര കൃത്യമായി വീടിന്റെ ലോക്കർ തുറന്നതെങ്ങനെ എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സംശയം. ലോക്കറിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിലേ ഒരു കേടും വരുത്താതെ തുറക്കാൻ കഴിയൂ. ആദ്യം ഒരു താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത് മറ്റൊരു താക്കോലും ലിവറും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുമാണ് ലോക്കർ തുറക്കുക. ഈ രീതി കൃത്യമായി പാലിച്ചാണ് ലോക്കർ തുറന്നതും. വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിന് വീടിന്റെ ജനലിന്റെ ഗ്രിൽ ഇളക്കി മാറ്റാൻ അധിക സമയം വേണ്ടി വന്നില്ല. കിടപ്പുമുറിയിലെ ഒരു അലമാരയിൽ നിന്ന് മറ്റൊരു അലമാരയുടെ താക്കോൽ ലഭിച്ചു. ആ അലമാര തുറന്നപ്പോഴാണ് ലോക്കറിന്റെ താക്കോൽ ലഭിച്ചത്. ലോക്കർ ഉണ്ടാക്കുന്നതിലും തുറക്കുന്നതിലും വിദഗ്ധനായ ലിജീഷിന് 15 കൊല്ലം പഴക്കമുള്ള ലോക്കർ പ്രശ്നമായിരുന്നില്ല. അരിവ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ശേഷം ലിജീഷ് 30 മീറ്റർ പിന്നിലുള്ള തന്റെ വീട്ടിലേക്ക് പണവും സ്വർണവും കൊണ്ടുപോയത് അരിച്ചാക്കിലും സഞ്ചിയിലുമാണ്. ഒരു സഞ്ചിയിൽ ആഭരണങ്ങളും മറ്റൊരു സഞ്ചിയിലും ചാക്കിലുമായി പണം നിറച്ച് തലച്ചുമടായാണ് വീട്ടിലെത്തിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഭാര്യയും മക്കളും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീടിന്റെ 1-ാം നിലയിലെ കിടപ്പുമുറിയിൽ ഇവ എത്തിച്ചു. തുടർന്ന് ഇരുമ്പുകട്ടിലിന്റെ അടിഭാഗത്ത് നേരത്തെ ഉണ്ടാക്കിയിരുന്ന രഹസ്യാറയിൽ എല്ലാം അടുക്കി വെച്ചു. പിന്നെ ആ കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങി. മോഷണം നടത്തിയ ദിവസം ഉപയോഗിച്ച ടീഷർട്ടും മുഖംമൂടിയും കത്തിച്ചു കളഞ്ഞതായി ലിജീഷ് മൊഴി നൽകി. കേസിൽ 10 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാനായത് കണ്ണൂർ സ്ക്വാഡിന്റെ അന്വേഷണ മികവിന് ഉദാഹരണമായി. ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 20-അംഗ സംഘം രൂപീകരിച്ചാണ് പഴുതടച്ച അന്വേഷണം നടത്തിയത്. നവംബർ 20-നാണ് കവർച്ച നടന്നതെങ്കിലും 24-നാണ് പോലീസിന് പരാതി ലഭിച്ചത്. അടുത്തറിയാവുന്ന ആളാണ് കവർച്ച നടത്തിയതെന്ന് തുടക്കം മുതലേ പോലീസിന് സംശയമുണ്ടായിരുന്നു. വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെങ്കിലും ഇയാൾ ആദ്യം കുറ്റം സമ്മതിച്ചില്ല. കീച്ചേരിയിലെ വീട്ടിൽ കയറിയ മോഷ്ടാവിന്റെയും വിരലടയാളം ഇതുതന്നെയാണെന്നുറപ്പിച്ച് പോലീസ് മുമ്പിലെത്തിയതോടെ ലിജീഷിന് പിന്നെ പിടിച്ചു നിൽക്കാൻ ആകുമായിരുന്നില്ല.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.